റോഡ് ഷോ മുന്നിൽ നിന്ന് നയിക്കാൻ അതിന്റെ കോർഡിനേഷൻ എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും തയ്യാറല്ലേ? തീർച്ചയായിട്ടും ഓൾ സെറ്റ്. ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രചാരണം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ 2-3 മാസങ്ങളായിട്ട് അദ്ദേഹം കൊച്ചിയിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഇപ്പോൾ പാലക്കാടും അദ്ദേഹം വരികയാണ്. ജനങ്ങളാർവം ശ്രീ നരേന്ദ്രമോദിജിയെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. പൊതുസമൂഹമാകെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. കേവലം രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും പ്രധാനമന്ത്രിയെ കാണാൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ എപ്പോഴും കാതോർത്തിരിക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ മോദിയുടെ ഗ്യാരണ്ടി വോട്ടായി മാറണം, ആ വോട്ട് സീറ്റായി മാറണം. അത് 2 അക്ക സീറ്റ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് ക്വൈറ്റ് ഇമ്പോസിബിൾ എന്ന് മറ്റു മുന്നണികളും പറയുന്നുണ്ട്. എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഇത്രയും സംവേദനക്ഷമതയുള്ള ഒരു രാഷ്ട്രീയ നേതാവും ഇന്ത്യയിലും ലോകത്തും ഇല്ല. അദ്ദേഹത്തിന് ജനങ്ങളുടെ ഹൃദയം മനസ്സറിയുന്നതാണ്. തീർച്ചയായിട്ടും വളരെ ജനങ്ങൾക്കത് തീർച്ചയായിട്ടും സ്വീകാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങളുടെ മനസ്സ് അദ്ദേഹം കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തവണ കേരളത്തിൽ എ ക്ലാസ് മണ്ഡലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. അവിടേക്കാണ് തെരഞ്ഞെടുപ്പ് റോഡ് ഷോ ആദ്യം നടത്തുന്നത്. കേരളത്തിൽ നരേന്ദ്രമോദി ആദ്യം ഇറക്കിയതിന്റെ ക്രെഡിറ്റ് കെ സുരേന്ദ്രനാണെന്ന് പാർട്ടി വൃത്തങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട്. നേരാണോ? എല്ലാം പാർട്ടി ഒരുമിച്ച് തീരുമാനിക്കുന്നതാണ്. പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ NDA സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്യാമ്പയിൻ വളരെ ശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകും. ബാക്കി 4 സീറ്റ് എന്തായി? സ്ഥാനാർത്ഥി വന്നില്ല എന്ന് അണികളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നാളെ മറ്റന്നാളാകുമ്പോഴേക്ക് വരും. അപ്പോൾ എല്ലാ അഭിവാദ്യങ്ങളും. കെ സുരേന്ദ്രൻ ഇപ്പോൾ ഈ റോഡ് ഷോ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് 5 വിളക്കിന്റെ അവിടേക്കാണോ ആദ്യം? തീർച്ചയായിട്ടും. കെ സുരേന്ദ്രൻ ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ മോദി ഗ്യാരണ്ടി വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ ഗ്യാരണ്ടി വോട്ടായി മാറണം, അത് സീറ്റായി ഇത്തവണ കൺവേർട്ട് ചെയ്തേ പറ്റൂ. അത് ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കൂടിയായി മാറുകയാണ് കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും വിജയത്തിലേക്ക് എത്താൻ കഴിയാതെ പോയതിൽ ഏറെ വിമർശനം കേട്ട നേതാവാണ് കെ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മുടെ മുന്നിലുള്ളതും. കെ സുരേന്ദ്രന്റെ തത്സമയ പ്രതികരണമാണ്. റോഡ് ഷോയിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോ നടത്തുന്ന പ്രത്യേക വാഹനത്തിൽ കെ സുരേന്ദ്രനും ഉണ്ടാകും.